ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ശാന്തിപുരം എന്ന് പറയുന്ന ദേശത്ത് ഒരു കുടുംബം ആറാട്ട് ദിവസം ഇവിടുത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കാൻ എത്തുമാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് എന്തുകൊണ്ടോ വിലക്കപ്പെട്ട രീതിയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഇന്ന് കാണുന്ന ശ്രീകോവിൽ പണിതിട്ട് ഏകദേശം 820 വർഷങ്ങൾ പിന്നിടുന്നു. അത് കൃത്യമായി ഇതിൻ്റെ അകത്ത് രേഖയുണ്ട്, ചില ലിഖിതങ്ങൾ തന്നെയുണ്ട്. ആ ലിഖിതങ്ങൾ വായിച്ചെടുത്തിട്ടാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സീരീസിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ കാവുണ്ട്, ആ കാവ് ക്ഷേത്രം വകയാണ്. നാഗരികാവുണ്ട്, ശാസ്താ ക്ഷേത്രമുണ്ട്. ആ ശാസ്താ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മോൾഭാഗം തുറന്ന ക്ഷേത്രമാണ്, വനശാസ്താവെന്നാണ് സങ്കല്പം. പോസ്റ്റോ ന്യൂസ് ചാനൽ ഇപ്പോൾ നിൽക്കുന്നത് കഠിനംകുളത്തപ്പൻ്റെ തിരുസന്നിധിയിലാണ്. ഞങ്ങൾ ഈ ഉത്സവം തുടങ്ങി 3ാമത്തെ വാർത്തയാണ് ഞങ്ങൾ ഈ ഉത്സവത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. കാരണം അത്രത്തോളം പ്രാധാന്യമുണ്ട് കഠിനംകുളത്തപ്പൻ്റെ ഈ തിരുവുത്സവത്തിന്. കഠിനംകുളത്തിൻ്റെ ഗ്രാമോത്സവമാണ് കഠിനംകുളത്തപ്പൻ്റെ ഉത്സവം. എക്കൊല്ലത്തെയും പോലെ PYF ആനപ്രേമികളുടെ നേതൃത്വത്തിൽ ഗജരാജ പ്രജാപതികളായ പുത്തൻകുളം അനന്തപത്മനാഭൻ, പനക്കൽ നന്ദൻ തുടങ്ങിയ ആനകളെ പള്ളിവേട്ടയ്ക്കായി ചാനാകരയിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയോടുകൂടി ചെണ്ടമേളത്തോടുകൂടി കഠിനംകുളത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തിച്ചു. കഠിനംകുളത്തപ്പനിത ഉത്സവമായി ഈ വർഷത്തെ മഹോത്സവം വന്നെത്തിച്ചേരുകയായി. കണ്ണടയ്ക്കാതെ കൈകൂപ്പി ശിവലിംഗത്തെ നോക്കി ആഗ്രഹിക്കുന്ന കാര്യം പറയാൻ പളങ്ങനെ കേട്ടില്ലടാ. ചിന്താമണിയെ കാര്യ ചിന്താമണിയെ കേട്ടോ. നമ്മളോടൊപ്പമുള്ളത് ഉപദേശക കമ്മിറ്റി സെക്രട്ടറി ശ്രീ വിജയൻ സാറാണ്. സാറിനോട് ചോദിക്കാം, നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി അതുപോലെ വേട്ടയും ആഘോഷ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കാം. സർ, ഇന്ന് 9ാം ദിവസമാണ്, പള്ളിവേട്ട ദിവസം.
ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പശ്ചിമ ജലതിയിൽ, അതായത് അറേബ്യൻ കടലിൽ നിന്ന് സ്വയംഭൂവായത് ഉണ്ടായതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല, പക്ഷെ അതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ആ ഐതിഹ്യത്തിലാണ് ഞങ്ങൾ ശരിക്കും അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഇവിടെ ഇവിടുത്തെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികളുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു കഥയുണ്ട്. അത് ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ശാന്തിപുരം എന്ന് പറയുന്ന ദേശത്ത് ഒരു കുടുംബം ആറാട്ട് ദിവസം ഇവിടുത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കാൻ എത്തുമാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് എന്തുകൊണ്ടോ വിലക്കപ്പെട്ട രീതിയിൽ അവസാനിച്ചിരിക്കുകയാണ്. അത് ഒരുപക്ഷെ മത പുരോഹിതന്മാരുടെ അവിഹിതമായ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ആയിരിക്കാം. അത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാനത് അങ്ങനെ ഒരു എൻ്റെ ഒരു തോന്നലാണത്. വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഇന്ന് കാണുന്ന ശ്രീകോവിൽ പണിതിട്ട് ഏകദേശം 820 വർഷങ്ങൾ പിന്നിടുന്നു. അത് കൃത്യമായി ഇതിൻ്റെ അകത്ത് രേഖയുണ്ട്, ചില ലിഖിതങ്ങൾ തന്നെയുണ്ട്. ആ ലിഖിതങ്ങൾ വായിച്ചെടുത്തിട്ടാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സീരീസിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദാരുശില്പങ്ങളുണ്ട്. തിരുവിതാംകൂറിലെ ഏറ്റവും മനോഹരമായ ദാരുശില്പം നമ്മുടെ കണ്ണംകുളത്തപ്പന് സ്വന്തമെന്നാണ് എഴുത്തുകാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായൊരു പഠനം നടത്തിയിട്ടുള്ള ആളല്ല ഞാൻ, വായിച്ചു അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഇവിടുത്തെ ഇവിടെ മുമ്പുണ്ടായിരുന്ന കൊട്ടാരവും അതിൻ്റെ തിരുശേഷിപ്പുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ രാജകുടുംബവും അമ്പലവുമായിട്ട് ഒരു അഭേദ്യമായി ചേർന്ന് കിടക്കുന്ന ഒരു ബന്ധമുണ്ട്. അതിൻ്റെ ചരിത്രം എന്താണ്? ഇത് യഥാർത്ഥത്തിൽ രാജകുടുംബത്തിൻ്റെ വകയാണ്. അതിന് കാരണം രാജാക്കന്മാർക്ക് മാത്രമല്ല, ഇവിടെ നിന്ന് മാത്രമേ വടക്കോട്ട് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. ജലഗതാഗതമായിരുന്നു അന്ന് മനുഷ്യന് സഞ്ചരിക്കാൻ ആകെയുള്ള ഒരാശ്രയം. അപ്പോൾ ജലഗതാഗതത്തെ ആശ്രയിച്ച് പോകുമ്പോൾ കണ്ണംകുളത്തു നിന്നാണ് കായൽ തുടങ്ങുന്നത്. ബാക്കി പാർവതി പുത്തനാർ എന്ന് പറയുന്ന മനുഷ്യനിർമ്മിതമാണ്. അതൊരു 400 വർഷത്തെ മാർത്താണ്ഡവർമ്മ രാജാവിന് ശേഷം ഉണ്ടായതാണ്. അതുവരെ കണ്ണംകുളത്ത് വന്നേ പറ്റൂ. അതിന് നമ്മുടെ കായൽ തീരത്തുള്ള ശാസ്താനട ക്ഷേത്രത്തിൽ ഒരു ബോട്ട് കടവ് തന്നെ ഉണ്ടായിരുന്നു. അതിപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ, കൽത്തൂണുകൾ മാത്രം നമുക്ക് പോയാൽ കാണാം. മറ്റതെല്ലാം പൊളിഞ്ഞു പോയി, മേൽക്കൂര ഉൾപ്പെടെ പൊളിഞ്ഞു നശിച്ച ഒരവസ്ഥയിലാണ്. പിന്നെ അവിടെ കാവുണ്ട്. ആ കാവ് ക്ഷേത്രം വകയാണ്. നാഗരികാവുണ്ട്, ശാസ്താ ക്ഷേത്രമുണ്ട്. ആ ശാസ്താ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മോൾ ഭാഗം തുറന്ന ക്ഷേത്രമാണ്. വനശാസ്താവെന്നാണ് സങ്കല്പം. ഇവിടുത്തെ ഏറ്റവും വലിയ ഇപ്പോഴും ചടങ്ങായിട്ട് കൊണ്ടാടുന്നത് വേട്ടയാണ്. പറയാം. ഇവിടെ പിന്നെ കൊട്ടാരം ഉണ്ടായിരുന്നു, അതറിയാമല്ലോ. കൊട്ടാരം ഉണ്ടായിരുന്നു. ഒരു 25 കൊല്ലങ്ങൾക്ക് ഇപ്പുറമാണ് അത് പൊളിച്ചു വിറ്റത്. പിന്നെ വേട്ട പ്രാധാന്യം വരാൻ കാരണം മതപരിവർത്തനം വന്ന് ഹിന്ദു ജനത കിഴക്ക് സൈഡിലേക്ക് താമസം മാറി. അപ്പോൾ പടിഞ്ഞാറ് പോകുന്നത് ആറാട്ടിന് മാത്രമേ പോകാറുള്ളൂ. അതിനെ സ്വീകരിക്കാനുള്ള ആരും തന്നെ പടിഞ്ഞാറ് ഭാഗത്തില്ല. അങ്ങനെ വന്നപ്പോൾ കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന വിഭാഗം വേട്ട ദിവസം 9-നാണല്ലോ, ആ കിഴക്കോട്ടാണല്ലോ വേട്ട പോകുന്നത്. അതിനെ ആഘോഷപൂർവ്വമാക്കി തീർത്തു എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുമുള്ള വസ്തുത. പിന്നെ വേറെ വ്യാഖ്യാനം, കാരണം വേട്ടയ്ക്കല്ല, ഭഗവാനെ സംബന്ധിച്ച് തിരുവാതിരയ്ക്കാണ് പ്രാധാന്യം വരേണ്ടത്. പക്ഷേ ഇവിടെ തിരിച്ചു വരുന്നതിന് കാരണം ഇതാണ്. ഓക്കെ സാർ, അപ്പോൾ എന്തായാലും ഈ തിരക്കിനിടയ്ക്ക്, ഉത്സവത്തിൻ്റെ തിരക്കിനിടയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു സാർ. ഇന്നത്തെ മഹോത്സവത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷകമായ ഒരു കലാരൂപമാണ് കൈകൊട്ടിക്കളി. ഈ കൈകൊട്ടിക്കളിയാണ് ഇപ്പോൾ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ നടക്കാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. ശ്രീ മഹാദേവൻ
സ്വാതി തിരുനാൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാവിൽ ചെണ്ടമേള ഫ്യൂഷനും ആകർഷകമായിരുന്നു. തുടർന്ന് പള്ളിവേട്ട ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിച്ചു. മതി മതി, നീ ഒരു ടോസ് പിടിക്കാൻ അമ്പലത്തിൽ വേട്ട തൊഴാൻ വന്നേല്ലേ.
ക്യാമറ എടുക്കാൻ നിങ്ങളെ ഫോട്ടോ മാത്രം ഉള്ളതാണ് പറയണത് അല്ലേ? ഭഗവാന്റെ പള്ളിവേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേട്ട കഴിഞ്ഞ് തിരിച്ചു പോകുന്ന പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി ഇരിക്കുന്ന പടുക്കകളൊക്കെ എടുത്തിട്ട് അമ്പലത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ വേട്ട എന്ന് പറയുന്ന ചടങ്ങ് പൂർത്തിയാകും. ഇപ്പോൾ വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ബാഹുലേനോടൊപ്പം ശ്യാം കഠിനംകുളം പോസ്റ്റ് ന്യൂസ്.